നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റിയെ കുറിച്ചാണ്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ റാൻഡം എക്സ്പെരിമെന്റിനെ കുറിച്ചും റാൻഡം വേരിയബിളിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും അതുമായിട്ട് തന്നെ കണക്റ്റഡ് ആണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഈ പ്രോബബിലിറ്റിയെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കാണും അല്ലേ? നമ്മൾ സ്കൂളിംഗ് മുതലോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മുതലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോബബിലിറ്റി, we can define probability as a numerical measure of the likelihood that an event will occur. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ന്യൂമറിക്കൽ മെഷർ ഓഫ് ചാൻസ്. ഒരു ചാൻസിന് ന്യൂമറിക്കൽ മെഷർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്കറിയാം ഈ പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ വെച്ച് 1ഉം മിനിമം വാല്യൂ 0 ആണ്. 1നും 0ക്കും ഇടയിലാണ് പ്രോബബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ പ്രോബബിലിറ്റിയുടെ വാല്യൂ 1ന് അടുത്താണെങ്കിൽ ആ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 0ക്ക് അടുത്താണെങ്കിൽ വളരെ കുറവുമാണ് ആ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ്. ഇനി നമ്മളിങ്ങനെ ഈ പ്രോബബിലിറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ കേട്ടുള്ളതാണ് 3 ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി അല്ലേ? ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ, ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി, റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്നൊക്കെ. ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തിനാണ് ഈ 3 ഡെഫിനിഷൻ? അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡെഫിനിഷൻസ് നോക്കുവാണെങ്കിൽ ഇതിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. അതിനുശേഷം റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി, അതിനുശേഷമാണ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി വന്നത്. പക്ഷേ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. This is the axiomatic definition of probability or modern definition of probability. 1933 എൻ കൊൾമോഗ്രാവ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് നോക്കിയാൽ നമുക്കറിയാം ഇത് ഒരു മെഷർ, പ്രോബബിലിറ്റി മെഷർ ആകാനുള്ള കണ്ടീഷൻസ് ആണ് നമുക്ക് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയിലൂടെ തന്നിരിക്കുന്നത്. അതായത് ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രോബബിലിറ്റി മെഷർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു തിയറട്ടിക്കൽ ഡെഫിനിഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ഡെഫിനിഷൻ ഉള്ളപ്പം പിന്നെ എന്തിനായിരുന്നു, അല്ലെങ്കിൽ ബാക്കി 2 ഡെഫിനിഷന്റെ ഉപയോഗം എന്താണ്? അല്ലെങ്കിൽ ഇത് വന്നപ്പോഴത്തേക്കും മറ്റത് 2 അപ്രസക്തമായോ? അത് നമുക്ക് നോക്കിയാലോ. ഇതിൽ നിന്നും ഈ 2 ഡെഫിനിഷൻ, ഈ ആക്സിയോമാറ്റിക് ഡെഫിനിഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയും റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയും റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അത് 1812 PS ലാപ്ലേസ് ആണ് ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലാപ്ലേസിന്റെ സ്പെല്ലിംഗിൽ ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. ലാപ്ലേസ് ആണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്നുള്ളത്. അപ്പം ഈ പ്രോബബിലിറ്റി, ഈ ഡെഫിനിഷൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദിസ് ടു കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി. ഇനി ഏത് സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷനിലും ഇത് ഉപയോഗിച്ച് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതിന്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്, ഏത് ഇവന്റിന്റെ ആണോ അല്ലെങ്കിൽ റാൻഡം വേരിയബിളിന്റെ ആണോ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ, റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസ് ഷുഡ് ബി ഈക്വലി ലൈക്ലി ആൻഡ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഷുഡ് ബി ഫൈനൈറ്റ്. അതായത് നമ്മൾ റാൻഡം വേരിയബിൾസിന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് റാൻഡം വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഒരു റാൻഡം വേരിയബിൾ ഡിറ്റർമിൻ ചെയ്യുന്നത് റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അപ്പം ഒരു റാൻഡം വേരിയബിളിന്റെയോ അല്ലെങ്കിൽ ഈവന്റിന്റെയോ ഒക്കെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസ് ഈക്വലി ലൈക്ലി ആയിരിക്കണം. ഈക്വലി ലൈക്ലി എന്ന് വെച്ചാൽ എന്താ? ഈക്വൽ ചാൻസ് ടു ഒക്കർ. നമ്മൾ അതിന്റെ ഡെഫിനേഷൻസ്, എക്സാമ്പിൾസ് കാണുന്നുണ്ട്. ഈക്വൽ ചാൻസ്, അത് എത്ര ഔട്ട്കംസ് ഉണ്ടെങ്കിലും അത്രയും ഓരോ ഔട്ട്കംസും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ളതിനാണ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ഉള്ള റാൻഡം എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈവൻസിന്റെയും റാൻഡം വേരിയബിൾസിന്റെയും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഔട്ട്കംസിന്റെ നമ്പർ ഓഫ് ഔട്ട്കംസ് ഷുഡ് ബി ഫൈനൈറ്റും ആയിരിക്കണം. ആ കേസിൽ മാത്രമാണ് നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ഈ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സാമ്പിൾ, അതുപോലെ
ഡൈ റോൾ ചെയ്യുന്ന സാമ്പിൾ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കോയിനും ഡൈ ഒക്കെ അൺബയാസ്ഡ് ആയിരിക്കണം കേട്ടോ. അൺബയാസ്ഡ് ആയെങ്കിൽ മാത്രമാണ് അത് ഈക്വലി ലൈക്ലി ആകത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിന്റെ ഇനി ഈ ഡെഫിനേഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈക്വലി ലൈക്ലി ഈവൻസ് ഉള്ള അല്ലെങ്കിൽ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ഉള്ള റാൻഡം എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ വളരെ റെയറാണ്. ഇതുപോലെയുള്ള കോയിൻ ടോസിങ്ങോ അല്ലെങ്കിൽ ഡൈ റോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ ഗെയിംസോ അതിൻ്റെ ഒക്കെ അത്രയും എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. അപ്പം ഈക്വലി ലൈക്ലി അല്ലാത്ത ഔട്ട്കംസ് ഉള്ള റാൻഡം എക്സ്പെരിമെന്റ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം? ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴായിരിക്കാം അടുത്ത ഡെഫിനേഷൻ വന്നത്. അതെന്താന്ന് നോക്കാം. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എംപിരിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. അത് 1919 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതിപ്പോൾ കാണാവുന്നതാണ് അതെന്താണെന്നുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ ഏത് സിറ്റുവേഷനിലാ? മുമ്പത്തെ പോലെ റാൻഡം എക്സ്പെരിമെന്റ് ഔട്ട്കംസ് ഈക്വലി ലൈക്ലി ആകണമെന്നില്ല. പക്ഷേ ഒറ്റ കണ്ടീഷൻ ഉണ്ട്. വി ഷുഡ് ബി ഏബിൾ ടു ഒബ്സർവ് ദ ഒക്കറൻസ് ഓഫ് ദി ഔട്ട്കംസ്. ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസ് ഒക്കർ ആകുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു കോയിൻ ഉണ്ടെന്ന് വിചാരിച്ചു. ആ കോയിൻ ബയാസ്ഡ് കോയിൻ ആണ്, അൺബയാസ്ഡ് അല്ല, ബയാസ്ഡ് കോയിൻ ആണ്. അപ്പോൾ ആ കോയിന് ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ ഈ ഈ എംപിരിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ട് അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതായത് ആ കോയിൻ ഒരു ലാർജ് നമ്പർ ഓഫ് ടൈംസ് ടോസ് ചെയ്യുക. ടോസ് ചെയ്തിട്ട് എത്ര പ്രാവശ്യം ഹെഡ് വരുന്നുണ്ടെന്ന് നോക്കുക. ആ നമ്പർ ഓഫ് ഹെഡ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. യു വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി. നമുക്ക് വേറെ 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പാർക്കിംഗ് ലോട്ടിന്റെ ഒരു എക്സ്പെരിമെന്റ് ചോദിച്ചു. അതായത് കാറുകൾ വരുന്ന പാർക്കിംഗ് ലോട്ട്. അതായത് രാവിലെ ഒരു 10 മണിക്കും 12 മണിക്കുള്ളിൽ അവിടെ എത്ര കാറുകൾ വരും, അല്ലെങ്കിൽ അവിടെ ഒരു 5 കാറുകൾ വരാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ ഒരു 365 ദിവസം ഉണ്ടല്ലോ, അതിലൊരു കുറേ ദിവസം അങ്ങോട്ട് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പാർക്കിംഗ് ലോട്ട് മുമ്പിൽ സെക്യൂരിറ്റി ഇരിക്കുന്നത് പോലെ ഒരു പേപ്പറും പേനയായിട്ട് നമ്മൾ രാവിലെ 9 മണി മുതൽ 10 മണി വരെ പോയിരിക്കുക. എന്നിട്ട് ഈ 9 മണി മുതൽ 10 മണി വരെ ഈ സെലക്ടഡ് ഡേയ്സിൽ നമുക്ക് അതിന് മുന്നിൽ പോയിരിക്കാം. എന്നിട്ട് ഈ 9 മണി മുതൽ 10 മണി വരെ ഓരോ ദിവസവും വരുന്ന കാറുകളുടെ എണ്ണം നോക്കുക. ഓക്കെ, എന്നിട്ട് 5 ദിവസം വന്ന കാറുകളുടെ എണ്ണം, എത്ര ദിവസമാണ് 5 കാറുകൾ വന്നത്, that number of days divided by total number of days, അതായത് total number of days we randomly chosen will give the probability. അതുപോലെ തന്നെയാണ് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു കമ്പൗണ്ടർ നോക്കുവാണ്. രാവിലെ ഒരു 10 മണിക്കും 12 മണിക്കും ഇടയിൽ എത്ര പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു 10 പേഷ്യൻസ് വരാനുള്ള പ്രോബബിലിറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് ലോട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ക്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും ഈ കൂടുതൽ ആളുകൾ വരുന്നതിനുള്ള ചാൻസ് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവിടെ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്താൻ കഴിയും. അത് കാരണം തന്നെ ഇത്തരം സിറ്റുവേഷൻസിൽ പ്രോബബിലിറ്റി വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു കമ്പൗണ്ടർക്ക് ഒരു 10 മണിക്കും 12 മണിക്കും ഇടയിൽ ഒരു 5 അല്ലെങ്കിൽ 3 രോഗികൾ വരാനുള്ള പ്രോബബിലിറ്റി ഇതുപോലെ തന്നെയാണ്. ഹി ഷുഡ് ഒബ്സർവ്, അതായത് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് റാൻഡംലി സെലക്ട് ചെയ്തിട്ട് അയാൾ ഒബ്സർവ് ചെയ്യണം. ഈ സമയത്ത് വരുന്ന രോഗികളുടെ എണ്ണം അയാളത് രേഖപ്പെടുത്തിയതിനു ശേഷം അതിൽ നിന്നും അതിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതായത് 3 പേഷ്യൻസ് വന്ന ദിവസം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 3 പേഷ്യൻസ് വിസിറ്റഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഹി ഒബ്സർവ്. അപ്പം ഹി വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി. പിന്നെ ഇതിന്റെ ഒരു കാര്യമുണ്ട്. Empirical definition of probability will not give the exact probability. It will give an estimate of the probability. It will give an estimate of the probability. It will not give the exact probability. Okay. ഇനി നമ്മൾ ഈക്വലി ലൈക്ലി അല്ല ഒബ്സർവ് ചെയ്യാനും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ എക്സ്പെരിമെന്റ്സ് ഇതാണ് നമ്മുടെ റിയൽ ലൈഫിലെ മെജോറിറ്റി ഓഫ് ദ റാൻഡം എക്സ്പെരിമെന്റ്സിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഔട്ട്കംസ് ഈക്വലി ലൈക്ലി അല്ല, ഒബ്സർവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ആലോചിച്ചപ്പോഴായിരിക്കാം പുതിയ തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നത്.
ആ തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കുഞ്ഞ് ഡെഫിനേഷൻ കൂടെ ഉണ്ട്. അതായത് ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഈക്വലി ലൈക്ലി അല്ല ഒബ്സർവ് ചെയ്യാനും അല്ല പറ്റാത്ത സിറ്റുവേഷനിൽ രണ്ട് രീതിയിൽ നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. അതായത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസും നമ്മളുടെ ഒരു അറിവും വെച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് ഗസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ജെഫ്രി ആർച്ചർ ആണ്. അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അദ്ദേഹം ഒരു ക്യാച്ച് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുകയാണ് അദ്ദേഹം ക്യാച്ച് എടുക്കാനുള്ള പ്രോബബിലിറ്റി ഒരു 0.9 ആണെന്ന് പറയുന്നു. ഇപ്പം അതേ സമയത്ത് വേറൊരാൾക്ക് വേണമെങ്കിൽ പറയാം, ഇല്ല അദ്ദേഹം അത്രയ്ക്ക് നല്ല ഫീൽഡർ അല്ല, അദ്ദേഹം ഒരു പ്രോബബിലിറ്റി ക്യാച്ച് എടുക്കാനുള്ള പ്രോബബിലിറ്റി 0.7 ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഓരോ വ്യക്തിയിൽ നിന്നും അടുത്തൊരു വ്യക്തിയിലോട്ട് പോകുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. സോ ഇതിന് അത്രയൊരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അത്ര ഒരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, നമുക്കൊരു ഗസ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതല്ലാതെ മറ്റെന്ത് വഴിയാണുള്ളത്? അങ്ങനെ ഒരു പക്ഷെ ആലോചിച്ചപ്പോഴായിരിക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ തിയറി ഡെവലപ്പായി വന്നത്. അതായത് സയന്റിസ്റ്റുകൾ കുറേ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ഡിറൈവ് ചെയ്തു. നമുക്കറിയാം ഇഷ്ടംപോലെ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, വേബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഇഷ്ടംപോലെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതിനെല്ലാ ഡിസ്ട്രിബ്യൂഷൻ തന്നെ പ്രോബബിലിറ്റി ഫംഗ്ഷൻസും ഉണ്ട്. എന്നിട്ട് എന്താ ചെയ്യണേ? ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ ഇതിൽ ഏത് ഡിസ്ട്രിബ്യൂഷനുമായിട്ടാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് മാച്ച് ആകുന്നത് നോക്കുക. ആ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ആ ഡാറ്റ ഫിറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻസ് ഉപയോഗിച്ച് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം. മേ ബി ഇത് എൻ്റെ പെർസ്പെക്റ്റീവാണ്, അല്ലെങ്കിൽ എൻ്റെ അറിവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ നിന്നുള്ള എൻ്റെ ഡിസ്കഷനാണ്. ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.